ഒരു സന്തോഷ വാർത്ത. കേരളത്തിന് സീപ്ലെയിനിന് അനുമതി. വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. 48 സീപ്ലെയിൻ റൂട്ടുകൾ അനുവദിച്ചതായി മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി അറിയിച്ചു. ആഷിൻ ഡിയാഗോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ സന്തോഷ വിവരം അറിയിച്ചിരിക്കുന്നത്. 48 സീപ്ലെയിൻ റൂട്ടുകൾക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അത് നേരത്തെ ഇതിപ്പോൾ ഇറങ്ങുന്നത് ഡാമുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സീപ്ലെയിൻ റൂട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ ആഷിൻ? തീർച്ചയായും ഈ ഗ്രാമീണ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഇറങ്ങാൻ കഴിയുന്ന ചെറുവിമാനങ്ങൾ സർവീസ് നടത്തി ഇതിലൂടെ വിനോദസഞ്ചാരികളെയും അതുപോലെ തന്നെ സാധാരണക്കാരെയും വിമാനയാത്രകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ഈ ഉഡാൻ പദ്ധതി. ഉഡാൻ പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തും ഇത്തരത്തിൽ ഈ ടൂറിസ്റ്റ് മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഈ ഒരു പദ്ധതി, അതായത് ജലവിമാന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ നവംബർ 11-നാണ് ഇതിൻ്റെ ഒരു പരീക്ഷണ പറക്കലും നടത്തിയത്. കൊച്ചിയിൽ നിന്നും മാട്ടുപ്പെട്ടിയിലെ ഡാമിലേക്കായിരുന്നു ഈ ചെറുവിമാനത്തിൻ്റെ സർവീസ് അല്ല, ഈ ഒരു പരീക്ഷണ പറക്കലും നടത്തിയത്. അന്ന് മന്ത്രിമാരൊക്കെ പങ്കെടുത്ത് ജനപ്രതിനിധികളൊക്കെ പങ്കെടുത്ത് വലിയൊരു ആഘോഷമായി തന്നെ ഈ പരിപാടിയും സംഘടിപ്പിച്ചതാണ്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും പിന്നീട് ഇതിലൊരു തുടർ നടപടി ഉണ്ടായിട്ടില്ല. പകുതിയിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുന്നു എന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി തന്നെ ഈ ഒരു സന്തോഷ വാർത്ത ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ ഈ പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ഏവിയേഷൻ വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. മാത്രമല്ല ഏവിയേഷൻ വകുപ്പിൽ നിന്ന് കേരളത്തിന് 48 സീപ്ലെയിൻ റൂട്ടുകളാണ് അനുവദിച്ച് നൽകിയിട്ടുള്ളത് എന്നുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. ഇന്ത്യ വൺ എയർ, മെഹെയർ, PHL, സ്പൈസ്ജെറ്റ് എന്നീ എയർലൈൻസുകൾക്കാണ് നിലവിലിപ്പോൾ റൂട്ട് അനുവദിച്ചിട്ടുള്ളത്. എല്ലാം തന്നെ ഈ ഡാമുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെക്കുള്ള പദ്ധതിയും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് മന്ത്രി അറിയിക്കുന്നുണ്ട്. ഇതിന്റെ തുടർ നടപടികൾ പുരോഗമിച്ച് വരുന്നുണ്ട്. മാത്രമല്ല സീപ്ലെയിൻ പദ്ധതിക്കായി ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ പദ്ധതിയുമായി, അതായത് ഡാമുകൾ കേന്ദ്രീകരിച്ചുള്ള പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഏവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതി അത് പറന്നുയരാൻ കാത്തിരിക്കുന്നു. കേരളത്തിന്റെ മറ്റൊരു സ്വപ്നങ്ങൾ ടേക്ക് ഓഫ് ചെയ്യട്ടെ, യാത്രകൾ കൂടുതൽ ടേക്ക് ഓഫ് ചെയ്യട്ടെ, വികസനവും ടേക്ക് ഓഫ് ചെയ്യട്ടെ.